ഗോവയിലെ പെർണം തുരങ്കത്തിൽ മണ്ണിടിഞ്ഞതോടെ താറുമാറായ റെയിൽ ഗതാഗതം രാത്രിയോടെ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് പ്രതീക്ഷ. മണ്ണ് നീക്കാനുള്ള ജോലി യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന 3 ട്രെയിനുകൾ റദ്ദാക്കി. ഗോവയിലെ പെർണം റെയിൽവേ തുരങ്കത്തിൽ നിന്നും മണ്ണും ചെളിയും നീക്കാനുള്ള പ്രധാന തടസ്സം പ്രതികൂല കാലാവസ്ഥയാണ്. കൊങ്കൺ പാതയിൽ റെയിൽ ഗതാഗതം താറുമാറായി. തിരുവനന്തപുരം ലോകമാന്യ തിലക് തിരുവനന്തപുരം ലോകമാന്യ തിലക് മംഗളൂരു എക്സ്പ്രസുകൾ റദ്ദാക്കി. കേരളത്തിൽ നിന്നും ഇന്നലെയും ഇന്നുമായി പുറപ്പെട്ട 10 ട്രെയിനുകൾ ഈറോഡ് പൻവേൽ വഴി തിരിച്ചുവിട്ടു. കേരളത്തിലേക്ക് വരുന്ന 8 ട്രെയിനുകളും റൂട്ട് മാറ്റി. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കാനും വഴി തിരിച്ചുവിടാനും സാധ്യതയുണ്ട്. ആവശ്യത്തിന് ട്രെയിനുകളില്ലാതെ ബുദ്ധിമുട്ടുന്ന മലബാറിനെ നിയന്ത്രണം കൂടുതൽ ബാധിച്ചു. മധ്യ കേരളത്തിൽ നിന്നും ജനറൽ കോച്ചുകളുള്ള 4 ട്രെയിനുകൾ മാത്രമാണ് മലബാറിലേക്ക് ഇന്ന് സർവീസ് നടത്തിയത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.